നമ്മളിന്ന് വിശുദ്ധ ബലി അർപ്പിക്കുന്നത് ഒരു കൃതജ്ഞതാ ബലി ആയിട്ടും കൂടിയാണ്. നമ്മുടെ ഈ പ്രദേശത്ത് ഈ കോവിഡ് പടരാതിരിക്കുവാനായിട്ട് നാം ഉണ്ണീശോയോട് പ്രാർത്ഥിച്ചപ്പോൾ ഉണ്ണീശോ നാനാജാതി മതസ്ഥരുടെ പ്രാർത്ഥന ശ്രമിച്ച് ഈ പ്രദേശത്തെ രോഗമുക്തമാക്കി. നമുക്ക് ഉണ്ണീശോയോട് നന്ദിയുള്ളവരായിരിക്കാം. നൂറ്റാണ്ടുകളായി ഇവിടെ അതിൻ്റെ മണ്ണിൽ വാണരുളുന്ന ഉണ്ണീശോ ഇവിടുത്തെ മക്കളുടെ ദുഃഖത്തോട് ചേർന്ന് നിന്ന് ആശ്വാസം നൽകുന്ന ചിത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഉണ്ണീശോയോട് നന്ദി പറഞ്ഞുകൊണ്ട് ഇനിയും രോഗികളായി കഴിയുന്നവരെ സമർപ്പിച്ചുകൊണ്ട് ഈ പകർച്ചവ്യാധി ഈ പ്രദേശത്ത് നിന്ന് തീർത്തും രോഗമുക്തമായിട്ട് ആരോഗ്യമുള്ളൊരു ജനത, ദൈവത്തെ ആശ്രയിച്ച് കഴിയുന്ന, ദൈവത്തെ വിശ്വസിച്ച് കഴിയുന്ന ഒരു ജനത ഇവിടെ ധാരാളമായിട്ട് നിലനിൽക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രദേശത്ത് നിന്ന് ഈ മാരക രോഗം പടരാതെ നോക്കിയ അതുകൊണ്ട് ഈശോയ്ക്ക് ഒരു കൃതജ്ഞതാ ബലിയായിട്ട് ഈ വിശുദ്ധ ബലി നമുക്ക് സമർപ്പിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും
ലഭ്യമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളുടെ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പാപപ്പെടുത്തരുതേ, ഞങ്ങളെ രക്ഷിക്കണമേ. രാജ്യശക്തിയും മഹത്വവും ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. പലരും മനുഷ്യരും തമ പരിശുദ്ധൻ 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 ഘോഷിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിന്റെ നവീകരണത്തിനു വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ നൽകിയ ദിവ്യരഹസ്യങ്ങൾ പ്രത്യാശയുടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെയും യോഗ്യരാക്കണമേ. ആത്മശരീരങ്ങളെ പൗത്രീകരിക്കുന്ന ഈ പരിഹാര ബലി ഞങ്ങൾ വിശുദ്ധിയോടെ പരിക്രമം ചെയ്യുവാനും അങ്ങയുടെ തിരുക്കുമാരന്റെ ഉദ്ധാനത്തെ നിരന്തരം പ്രകീർത്തിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. ദൈവമെന്റെ ആയുധം, ദൈവമെന്റെ ആശ്രയം, ദൈവമെന്റെ സർവ്വവും. എന്നാൽ കഥഞ്ഞത് പ്രകാശിപ്പിക്കുവാൻ നിങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിയോടി നിൽക്കുന്നതിന് സഭയിൽ ഞങ്ങളൊന്നേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സഖാവുമാകുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവന നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു
ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുചരിതനും ബലവാനും അമർത്തനുമായ കർത്താവേ, ഞങ്ങളുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങൾ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളുടെ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ എന്നേക്കും. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. സദ്വാർത്ത അറിയുകയും സമാധാന വിളംബരം ചെയ്യുകയും രക്ഷയുടെ സന്ദേശം പ്രഘോഷിക്കുകയും സിയോനോട് നിന്റെ ദൈവം ഭരിക്കുന്നുവെന്ന് പറയുകയും ചെയ്യുന്നവന്റെ പാവം മലമുകളിൽ എത്ര മനോഹരമാണ്. ശ്രദ്ധിക്കുക, നിന്റെ കാവൽക്കാർ സ്വരം കേൾക്കുന്നു, അവർ സന്തോഷത്തോടെ ഒരുമിച്ച് പാടുന്നു. കർത്താവ് സിയോനിലേക്ക് തിരികെ വരുന്നത് അവർ നേരിട്ട് കാണുന്നു. ജെറുസലേമിലെ ജനതകളെ ആർത്ത് പാടുകയും കർത്താവിന്റെ ജനത്തെ ആശ്വസിപ്പിച്ചിരിക്കുന്നു, ജെറുസലേമിനെ മോചിപ്പിച്ചിരിക്കുന്നു. തന്റെ പരിശുദ്ധകരം എല്ലാ ജനതകളുടെയും മുമ്പിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. ഭൂമിയുടെ എല്ലാ വ്യക്തികളും നമ്മുടെ ദൈവത്തിൽ നിന്നുള്ള രക്ഷകാണ്. പോകുവിൻ, പോകുവിൻ, അവിടെ നിന്ന് കടന്നു പോകുവിൻ. അശുദ്ധ വസ്തുക്കളെ സ്പർശിക്കരുത്. കർത്താവിന്റെ പാത്രവാഹകനെ നിങ്ങൾ അവരിൽ നിന്ന് ഓടിയകരുവിൻ. നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ. നിങ്ങൾ നിന്നും കൂട്ടേണ്ട, വേഗം ഓടുകയും വേണ്ട. കർത്താവ് നിങ്ങളുടെ മുമ്പിൽ നടക്കും. ഇസ്രായേൽ ദൈവമായിരിക്കും നിങ്ങളുടെ പിൻകാവൽക്കാരൻ. നമ്മുടെ കർത്താവായ മിശിഹായുടെ സ്തുതി. എന്റെ സഹോദരരെ, മിസ്റ്റർ പൗലോസ് എഫേസോസിലേക്ക് എഴുതിയ രണ്ടാം അധ്യായം 11 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ ഗുരുവായൂർ. മിശിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ശരീരങ്ങൾ വിചാരിയായിരുന്നപ്പോൾ ശരീരത്തിൽ കൈകൊണ്ട് പരിശോധന ചെയ്യപ്പെട്ടവർ നിങ്ങളെ അപരിചിതർ എന്ന് വിളിച്ചിരുന്നത് പോലുള്ളതാണ്. അന്ന് നിങ്ങൾ ക്രിസ്തുവിനെ അറിയാത്തവരും ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് അകറ്റപ്പെട്ടവരും ഉടമ്പടിയുടെ വാഗ്ദാനത്തിന് അപരിചിതരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവവിശ്വാസമില്ലാത്തവരുമായിരുന്നു എന്ന കാര്യം അനുസ്മരിക്കുക. എന്നാൽ ഒരിക്കൽ വിദൂരസ്ഥരായ നിങ്ങളിപ്പോൾ യേശുക്രിസ്തുവിൽ അവന്റെ രക്തപ്പണിയിൽ സമീപസ്ഥരായിരുന്നു. കാരണം അവൻ നമ്മുടെ സമാധാനമാണ്. ഇരുകൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു. കൽപ്പനകളുടെ ചട്ടങ്ങളുടെയും ആധിപത്യം അവൻ തന്റെ ശിരസിലൂടെ ഇല്ലാതാക്കി. ഇരുകൂട്ടരുടെയും സ്ഥാനത്ത് ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് സമാധാനം സ്ഥാപിക്കാനും കുരിശുവഴി ഒരേ ശരീരത്തിൽ ഇരുകൂട്ടരെയും ദൈവത്തോട് അനുരഞ്ജിപ്പിക്കാനും അങ്ങനെ കണ്ണിലൂടെ ശത്രുത അവസാനിപ്പിക്കാനുമാണ് അവൻ ഇങ്ങനെ ചെയ്തത്. വിദൂരസ്ഥരായ നിങ്ങളോടും
അധ്യായം 17 തിരുവചനങ്ങൾ 20 മുതൽ. പ്രിയപ്പെട്ട നാം ഇന്ന് വായിച്ചു കേൾക്കാൻ പോകുന്ന സുവിശേഷം യേശുക്രിസ്തു പിതാവ് തന്നെ ഏൽപ്പിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സുവിശേഷമാണ് നാം വായിച്ചു കേൾക്കാനായിട്ട് പോകുന്നത്. യേശുക്രിസ്തു പ്രധാനമായും പ്രാർത്ഥിക്കുന്നത് പിതാവ് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവജനം, ഞാൻ നിങ്ങൾ മടങ്ങിയ വിശ്വാസികൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എങ്ങനെയാണോ ഒന്നായിരിക്കുന്നത് അതുപോലെ ഐക്യത്തിൽ ജീവിക്കണം എന്ന സൂചനയാണ് സുവിശേഷം നൽകുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ദൈവപുത്രനായിട്ടുള്ള യേശുക്രിസ്തു തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ ഞാൻ നിങ്ങളുമൊക്കെ സദാസമയവും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ചോദിക്കുമെന്ന് നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ, കണ്ടെത്തും, മുട്ടുവിൻ, തുറക്കപ്പെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഭക്തനാശരാകാതെ നമുക്ക് പ്രാർത്ഥിക്കാം. നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വൃദ്ധമാതാപിതാക്കന്മാർ, നമ്മുടെ കൂടപ്പിറപ്പുകൾ, രോഗികളായി കഴിയുന്നവർ, അവശത അനുഭവിക്കുന്നവർ, പട്ടിണി കിടക്കുന്നവർ, വിവാഹം നടക്കാത്തവർ, അല്ലെങ്കിൽ പെര കെട്ടിമേയുവാനായിട്ട് മാർഗമില്ലാത്തവർ, മാരാരോഗങ്ങൾക്ക് അടിപ്പെട്ട് കിടക്കുന്നവർ, പ്രത്യേകിച്ച് ഈ വൈറസുമായി ബന്ധപ്പെട്ട് ദുരിതം അനുഭവിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം. അതേപോലെ തന്നെ ഇതിൽ പറയുന്നത് പിതാവും പുത്രനും പരിശുദ്ധനും ഒന്നായിരിക്കുന്നത് പോലെ നമ്മൾ ഒന്നായിരിക്കണം. പ്രത്യേകിച്ച് ലോകം പകർച്ചവ്യാധി നേരിടുമ്പോൾ അവിടെ വിഭാഗീയത ഉണ്ടാകാതെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട്, അത് ലോകത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ ഇടവകയിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ രാജ്യത്ത്, ലോകമെമ്പാടും വിഭാഗീയ ചിന്തകൾ വെടിഞ്ഞ് ദൈവത്തിൻ്റെ മക്കളാണ് എന്ന പരമബോധ്യത്തോടെ ഒറ്റക്കെട്ടായി ജീവിക്കുവാൻ സുവിശേഷം നമ്മെ ശക്തരാക്കേണ്ടത് പ്രാർത്ഥനയോടെ 10 വർഷം നമുക്ക് ശ്രമിക്കുകയും ചെയ്യാം. അവർക്ക് വേണ്ടി മാത്രമല്ല, അവരുടെ വചനം മൂലം എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അവരെല്ലാവരും ഒന്നായിരിക്കുവാൻ വേണ്ടി പിതാവേ, അങ്ങനിലും ഞാൻ അങ്ങിലും ആയിരിക്കുന്നത് പോലെ അവർ നമ്മിൽ ആയിരിക്കുന്നതിനും അങ്ങനെ അവിടെ തന്നെ അയച്ചു വന്ന് ലോകം അറിയുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് അങ്ങ് എനിക്ക് തന്ന മഹത്വം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു. അവർ പൂർണ്ണമായും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും അവിടെ നിന്നിലും ആയിരിക്കുന്നു. അങ്ങനെ അങ്ങനെ അയച്ചു വന്നും അങ്ങനെ സ്നേഹിച്ചതുപോലെ തന്നെ അവരെ സ്നേഹിച്ചുവെന്നും ലോകം അറിയട്ടെ. പിതാവേ, ലോകസ്ഥാപനത്തിന് മുമ്പ് എന്നോടുള്ള അവിടുത്തെ സ്നേഹത്താൽ അങ്ങനെക്ക് മഹത്വം നൽകി. അങ്ങനെക്ക് നൽകിയവരും അത് കാണുവാൻ ഞാൻ ആയിരിക്കുന്നിടത്ത് എന്നോടുകൂടെ ആയവരും ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നീതിമാനായ പിതാവേ, ലോകം അങ്ങേ അറിഞ്ഞിട്ടില്ല, എന്നാൽ ഞാൻ അങ്ങേ അറിഞ്ഞിരിക്കുന്നു. എന്നെ അവിടെ നിന്നാണ് അയച്ചതെന്ന് ഇവരും അറിഞ്ഞിരിക്കുന്നു.
അങ്ങയുടെ നാമം അവനെ ഞാൻ അറിയിച്ച് അവിടെ നിനക്ക് നൽകിയ സ്നേഹം അവരിലുണ്ടാകേണ്ടതിനും ഞാൻ അവരിൽ ആയിരിക്കേണ്ടതിനുമായി ഞാൻ ഇനിയും അത് അറിയിക്കും. നമ്മുടെ കർത്താവായ മിശിഹായുടെ സ്തുതി. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും പ്രാർത്ഥനയെ അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വഴിയും സത്യവും ജീവിതമായ മിശിഹായെ, അങ്ങയുടെ ഞങ്ങളെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും മരണത്തിൽ നിന്ന് മരണത്തിലേക്കും ആനയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പരിഹാസകരമായ മനുഷ്യനെ പുനരുദ്ധാനം വഴി മഹത്വത്തിന്റെ ചിഹ്നമായി ഉയർത്തിയെടുത്താതെ ഞങ്ങളുടെ ശരീരത്തെ അതിന്റെ ദാസനോടുകൂടി കുരിശിലിറങ്ങുവാനും ആത്മസമർപ്പണത്തിൽ വിജയം കണ്ടെത്തുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. താരത്താലും ലോകത്താലും വലയുന്നവരും സത്യത്തെ പ്രതി തേടി അനുഭവിക്കുന്നവരും അങ്ങയുടെ മഹത്വപൂർണ്ണമായ ഭാരത്തെയും അവർണ്ണീയമായ സ്വർഗ്ഗവാക്യത്തെയും ഓർത്തുകൊണ്ട് നല്ല ഓർമ്മ കൊടുവാനും വിശ്വാസം സംരക്ഷിക്കുവാനും വരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദിവ്യബലിയിൽ സജീവമായി പങ്കെടുക്കുവാനും ഞങ്ങളുടെ ജീവനെയും ഉയർപ്പിനെയും കാരണമായ കുരിശിന്റെ വ്യക്തികൾ യോഗ്യതയോടുകൂടി സ്വീകരിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പുനരുദ്ധാന മോഹത്തിലേക്ക് ദൈവജനത്തെ നയിക്കുന്നതിനുള്ള പരിശ്രമങ്ങളിൽ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പോലീത്തയെയും മാർ ആന്റണി മെത്രാനെയും മറ്റുള്ള മെത്രാന്മാരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. മരണത്തെ ജയിച്ചടക്കിയ മിശിഹായി നിന്റെ തിരുസഭയിൽ സദാ സ്നേഹിതനായി നവജീവൻ കൊണ്ടതിനെ നിറയ്ക്കണമേ. നിന്റെ പുനരുത്ഥാനത്തിൽ പങ്കാളികളാകുവാൻ വേണ്ടി നിന്റെ ജീവിതത്തിൽ ഞങ്ങളെ സഹകാരികളാക്കണമേ. നിന്റെ സമാധാനവും ശാന്തിയും ഞങ്ങളുടെ സമൂഹത്തിലും കുടുംബങ്ങളിലും മനുഷ്യവർഗം മുഴുവനിലും നിരന്തരം വസിക്കുവാൻ ഇടവയാക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കർത്താവിന്റെ കൃപയാൽ അനുഗ്രഹത്താൽ നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. നമ്മുടെ ഈ പ്രദേശത്ത് രോഗം പകർന്നു പിടിക്കാതെ കാത്തുരക്ഷിച്ച് നമ്മുടെ ഉണ്ണീശോയ്ക്കുള്ള നന്ദിയായി ഈ ബലി നമുക്ക് അർപ്പിക്കാം. അവിടെ നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നതോടൊപ്പം കൂടുതൽ വിശ്വാസത്തോടെ ജീവിതത്തിൽ ദൈവത്തെ ആശ്രയിക്കുവാനുള്ള വരം നൽകണമെന്ന പ്രാർത്ഥനയോടൊപ്പം നാം ഇന്ന് സുവിശേഷത്തിൽ ശ്രമിച്ചതുപോലെ നമ്മെല്ലാവരും വിഭാഗിക്കുന്നതിൽ വെടിഞ്ഞ് ഒറ്റക്കെട്ടായി ദൈവത്തിൻ്റെ മക്കളെ എല്ലാ കാര്യങ്ങളെയും നേരിടുന്നതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിച്ചുകൊണ്ട് ഐക്യത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിക്കാൻ കർമ്മം നൽകണമെന്ന പ്രാർത്ഥനയോടെ നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ യാതനകളും പ്രാർത്ഥനകളും എല്ലാം ചേർത്ത് വെച്ച് യേശുനാമപിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്കൊന്ന് ചേർന്ന് സമർപ്പിക്കാം. അങ്ങയുടെ ആരാധ്യമായ ത്രിത്വത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്കു വേണ്ടി തന്നെ
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ കൽപ്പന അനുസരിച്ച് മിശിഹായുടെ സ്വർഗ്ഗത്തിൽ നിന്നുള്ള മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിന്മേൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ സ്വീകരിക്കപ്പെടുന്ന അവിടുത്തെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും
ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. മധ്യസ്ഥിലാമോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും ശിവായി കരക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ പ്രധാന സംഘത്തെഴുതുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്കുള്ളി പിതാവിന്റെ വലതു ഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് മുതിർന്ന് പുറപ്പെടുന്ന സത്യാത്മാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സൈവവും സർവ്വത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള ഏകമായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സങ്ങളെ പറയുകയും ചെയ്യുന്നു. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികളാകുവാൻ നിന്നെ ശക്തരാക്കട്ടെ. നമ്മുടെ മാതാപിതാക്കന്മാർ, സഹോദരി സഹോദരന്മാരുടെയും ഓർമ്മയായി പ്രാർത്ഥിക്കുകയും വിശ്വാസമായ എല്ലാ ബന്ധങ്ങളെയും സത്യവിശ്വാസത്തോട് പരിചയവും വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുകയും മിശിഹായുടെ ഈ വിലയും സഹായവും രക്ഷയ്ക്കും സ്വർഗ്ഗരാജ്യത്തിനും സ്വീകരിക്കും കാരണമാകട്ടെ. എന്റെ സഹോദരനെ, ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഈ കുർബാനയോട് സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുകയും വരെ അവിടുന്ന് സമയമാവുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരങ്ങളാവുന്ന ദൈവരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും ഭാവികളുമായി നിന്നും ഞങ്ങളെയും അങ്ങ് കരുണയെതിർക്കാൻ നീ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങൾ ശക്തരാകണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ബഹുമാനവും ഹൃദയാരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. എപ്പോഴും എന്നേക്കും സമാധാനം നിങ്ങളോടുകൂടി. കൃപയും
സകലത്തെയും കനിവോട് ശ്രദ്ധിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്ത് സ്വർഗവാസികളായിരങ്ങളും ആരാധമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്ന അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്ന പരിശുദ്ധരൂപികളുമായ ക്രോപന്മാരുടെ സ്ഥാപന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്കവർ ആരാധന സമർപ്പിക്കുക. ഇടപെടാതെ ശ്രദ്ധിച്ചുകൊണ്ടവർ നേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. കൃതജ്ഞത സമർപ്പിക്കുന്ന അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജ്ഞാനനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്നും ജാതനായി നിയമത്തിന് അധീനരാകുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്ത് രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ എത്തിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി പാനം ചെയ്യുവിൻ. ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ആരാധനയും സമർപ്പിക്കുന്നു. എപ്പോഴും എപ്പോഴും എന്നേക്കും. പ്രധാനാചാര്യനും സർവ്വത്രിക സഭയുടെ ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ്
ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ തന്റെ തിരുമേനിക്ക് വേണ്ടിയും മെത്രാപ്പോലീത്തൻ വികാരി അഭിവന്യമാരായ പിതാവിന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്കാ സഭാ മുഴുവനും വേണ്ടിയും പുരോഹിതന്മാർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാനയെന്ന് സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീകന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്നകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാർക്കും വേണ്ടിയുമേ കുർബാനയെന്ന് സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആഗ്രഹമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ മരിച്ചുപോയ വിശ്വാസികൾക്ക് വേണ്ടിയും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനും വേണ്ടിയും നമ്മുടെ ആശുപത്രികളിലും ഭവനങ്ങളിലും രോഗികളായി കഴിയുന്ന എല്ലാ സഹോദരങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ ഇടവകയിലെ ഓരോ വ്യക്തികൾക്ക് വേണ്ടിയും കുടുംബങ്ങൾക്ക് വേണ്ടിയും സുവിശേഷ സേവനത്തിനായി പുറത്തു പോയിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികർക്ക് വേണ്ടിയും സന്യാസികൾക്കും വേണ്ടിയും ആത്മായ പ്രേക്ഷകർക്കും വേണ്ടിയും ലോകമെമ്പാടുമുള്ള എല്ലാ വിഷയന്മാർക്കും വേണ്ടിയും നമ്മുടെ ഈ ഇടവകയിൽ നിന്നും ഈ നാട്ടിൽ നിന്നും വിദേശങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും എല്ലാ വൈദിക വിദ്യാർത്ഥികൾക്കും വേണ്ടി എല്ലാ മതാധ്യാപകർക്കും വേണ്ടിയും നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവാനാരോടുമില്ലാത്തവർക്ക് വേണ്ടിയും വിശുദ്ധ കുർബാനയോടും വിശുദ്ധ ബൈബിളിനോടും പ്രത്യേകമാം വിധം സ്നേഹവും ആരാധനയും എല്ലാം വൃദ്ധ മാതാപിതാക്കന്മാർക്കും വേണ്ടിയും മദ്യപാനത്തിൽ നിന്ന് മോചനം നേടുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ പ്രിയ സഹോദരങ്ങൾക്ക് വേണ്ടിയും വിധവകളായി കഴിയുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും ആതുര ശുശ്രൂഷാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടിയും സദാനങ്ങളില്ലാതെ എല്ലാ ദമ്പതികൾക്ക് വേണ്ടിയും വിവാഹപ്രായമെത്തി നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട യുവതീ യുവാക്കന്മാർക്ക് വേണ്ടിയും മതസ്ഥരായ ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്ക് വേണ്ടിയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടിയും നമ്മുടെ പ്രാർത്ഥനാശനായും ആവശ്യമായിരിക്കുന്നവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടിയും അയോഗ്യനായിരിക്കും വേണ്ടിയും ഈ കുർബാനയെന്ന് സ്വീകരിക്കണമേ. ഇതിന്റെ ഈ കുർബാനയുടെ നാമത്തിൽ ആശീർവദിക്കുകയും ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മകനെയും നിഷ്ഠയാമകവുമായ ഈ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട തിരുസഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും സമർപ്പിക്കുന്ന സജീവോജിതായപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ദൈവം നൽകുന്നതുമാകുന്നു.
ഭക്ഷിക്കുന്നവർ മരിക്കുകയും അവർക്ക് പാപമോചനവും ക്ഷയം പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവീശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, പാവം എപ്പോഴും എന്നേക്കും. കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങളുടെ പുതിയ വീണകളാക്കുകയും വിളിക്കുന്ന ആദരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രകാരം പ്രാർത്ഥിക്കാൻ ഉപദേശിച്ചുകൊണ്ട് അങ്ങ് ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശുദ്ധമായ പ്രാർത്ഥന അങ്ങിൽ നിന്ന് ലഭിച്ച മനോവിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ അങ്ങ് ഞങ്ങളെയും യോഗ്യരാകണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉന്നതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കിടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കിടങ്ങളും പാപങ്ങളും ഞങ്ങളോട് സൃഷ്ടിക്കണമേ. ഞങ്ങളെ പ്രലോഭനപ്പെടുത്തരുതേ, ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ മഹത്വവും ശക്തനായ സർവീശ്വര നല്ലവനായ ദൈവമേ, കൃപാപൂർണ്ണമായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിലും ഭൂമിയിലും രാജ്യവിശക്തിയും പ്രകൃതികാരണങ്ങളുടേതാണെന്ന് എപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളോടുകൂടെ വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. എല്ലാ വർഷവും എല്ലാ സമയവും അവിടുത്തെ നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ
കർത്താവിശ്വാമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. മിശിഹായുടെ തിരുശരീരവും രക്തവും കടകളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും നിത്യജീവനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങളെ സ്വീകരിച്ച് ഈ രഹസ്യങ്ങൾ ഞങ്ങളുടെ ഉത്ഥാനത്തിന് ആചാരമായി ഭവിക്കട്ടെ. മനുഷ്യവംശത്തിന് അങ്ങ് നൽകിയ മഹത്വത്തെ ഓർത്ത് സ്വർഗരാജ്യത്തിൽ സകല നീതിമാന്മാരോടും കൂടെ അങ്ങേ സ്തുതിക്കുവാൻ ഞങ്ങൾ ഇടയാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായും മനുഷ്യവംശത്തിന്റെ പ്രത്യാശയായ മിശിഹായി ഈ കുർബാന വഴി ഉത്ഥാനത്തിന്റെ രഹസ്യത്തിൽ നീ ഞങ്ങളെ പങ്കുകാരാക്കി തിരുരക്തത്താൽ രക്ഷിക്കപ്പെട്ട തിരുസഭയിൽ ഞങ്ങൾ നിന്റെ അനന്ത കാരുണ്യത്തിൽ നിന്ന് നന്ദി പ്രകാശിപ്പിക്കുന്ന ഉന്നതങ്ങളുള്ള ആരാധ്യമായ ദാനമെന്നും വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും ചെയ്തോ
നമ്മുടെ ജീവിത പാതകളിൽ നൽകിയാലും ദൈവം കരുണയുടെ എന്നും ജീവൻ നൽകും ദൈവമാ ശുദ്ധിയരും രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാ ദൈവം വരനിര ചൊരിയട്ടെ ഒരിശരയാളം വലിയായി നാം സംരക്ഷിതരായി തീരട്ടെ മുദ്രിതരായി ഭവിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. പുരോഹിതനായ ഈശോ അവരെ ലോകതന്ത്രങ്ങൾ സംരക്ഷിക്കട്ടെ. അവരുടെ പരസ്പരങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പലത്തിന്റെ സ്വഭാവമായി തീരട്ടെ. ലോകരക്ഷകനായ ഈശോ പരിശുദ്ധരാജ്ഞിയായ മറിയമേ വിശുദ്ധ ഭൂമിസ്വാമി തിരുക്കുടുംബമേ Thank you.